മാനം കറക്കുമ്പോൾ നെഞ്ചുരുക്കി കഴിയുന്നവർ കുടിലുകളിൽ മാത്രമല്ല ഫ്ളാറ്റുകളിലുമുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും കൊല്ലം നഗരഹൃദയത്തിലെ ഫ്ളാറ്റ് സമുച്ചയം വെള്ളക്കെട്ടിലാകും. റോഡ് മണ്ണിട്ട് ഉയർത്തിയതാണ് ജനങ്ങൾക്ക് ദുരിതമായിരിക്കുന്നത്. കൊല്ലം ആശ്രാമം വൈദ്യനഗർ അപ്പാർട്ട്മെന്റിലെ താമസക്കാരാണ് കഴിഞ്ഞ 2 വർഷമായി വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. 19 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ചെറിയ മഴ പെയ്താൽ പോലും താഴത്തെ നിലയിൽ വെള്ളം കയറും. പൊടി കുഞ്ഞുങ്ങളുള്ളതായി ഫ്ലാറ്റിൽ ഞങ്ങൾക്ക്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഞങ്ങൾക്ക് ഈ വെള്ളക്കെട്ടിലൂടെ ഇറങ്ങി വരാൻ പറ്റില്ല. രാത്രി ഞങ്ങൾ ഭയന്നിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക. കാരണം പാമ്പുകൾ, മൂർഖം പാമ്പാണ് ഈ സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. ഈ പാമ്പുകൾ കാരണം ഞങ്ങൾ ഡോർ പോലും തുറക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലിരിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കുന്നത് ഫ്ളാറ്റിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. വൈദ്യുത മീറ്റർ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തും വെള്ളം കയറുന്നത് ആശങ്കയുയർത്തുന്നു. ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുക് ശല്യവും രൂക്ഷമാണ്, ദുർഗന്ധവും അസഹ്യം. നമ്മുടെ കൊല്ലം കോർപ്പറേഷനോ ആരും തന്നെ ഒരു രീതിയിലുള്ള സഹായവും ഇതുവരെയും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഈ വെള്ളം ഒന്ന് ഒഴുക്കി വിടാനുള്ള ഒരു സൊല്യൂഷൻ കൊല്ലം കോർപ്പറേഷൻ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇതിനു വേണ്ടി പാടുപെടുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു ഫലനും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരിതിനു വേണ്ടി രാപ്പകൽ കിടന്ന് കളക്ടറെ പോയി കാണുന്നുണ്ട്, മേയറെ കാണുന്നുണ്ട്. പക്ഷേ സ്വകാര്യ വ്യക്തികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പാവപ്പെട്ട നമ്മളെ പോലുള്ളവൻ എന്ത് ചെയ്യും? ഈ കുട്ടികളെ വെച്ച് കഴിയുന്ന ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് 22 വർഷത്തോളം ആകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് വീണ്, ഈ ബിൽഡിംഗ് വീണ് ആർക്കെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആര് സമാധാനം പറയും? വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഹൈക്കോടതി കോർപ്പറേഷനോട് നിർദ്ദേശിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കൊല്ലം.